നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ കാണുന്നത് 5 തട്ടകങ്ങളുള്ള രാജഗോപുരത്തോടു കൂടിയ അതിമനോഹരമായ കോദണ്ഡരാമസ്വാമി ക്ഷേത്രമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് സേലം ജില്ലയിലാണ്. സേലം ജംഗ്ഷനിൽ നിന്നും 10 കിലോമീറ്റർ ദൂരം. ശ്രീരാമ ഭഗവാന്റെ കാൽപാദം പതിഞ്ഞ ഈ സ്ഥലം അയോധ്യ പട്ടണം എന്നാണ് അറിയപ്പെടുന്നത്. വൈഷ്ണവ പാരമ്പര്യത്തിലെ 108 അഭിമാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. മഹാവിഷ്ണു ഭഗവാന്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമ ഭഗവാന് ഈ അമ്പലം സമർപ്പിച്ചിരിക്കുന്നതായി പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തെ ദക്ഷിണ അയോധ്യ എന്നും പറയപ്പെടുന്നു. ദക്ഷിണേന്ത്യൻ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്ന ഐതിഹ്യം ഇപ്രകാരമാണ്. ശ്രീലങ്കയിൽ നിന്ന് മടങ്ങുമ്പോൾ ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, ഹനുമാൻ എന്നിവർ ഇവിടെ എത്തി ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ വസിച്ചു. ഋഷി ഭരദ്വാജ മഹർഷി ശ്രീരാമ ഭഗവാന്റെ ദിവ്യമായ പട്ടാഭിഷേകം കാണാൻ ആഗ്രഹിച്ചു. ഇത് മനസ്സിലാക്കിയ ശ്രീരാമ ഭഗവാൻ മഹർഷിക്ക് ദർശനം നൽകി. മഹർഷി ശ്രീരാമ ഭഗവാന്റെ ആർച്ചരൂപം പ്രതിഷ്ഠിച്ചു. ശ്രീകോവിൽ പണി കഴിപ്പിച്ചു. ആദി യമാൻ രാജാക്കന്മാരാണ് മറ്റു മണ്ഡപങ്ങൾ നിർമ്മിച്ചത്. 17ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സമാന്തനായ മധുരനായക് രാജാവ് തിരുമല നായകൻ കൂടുതൽ അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിച്ചു. ഇത് ഒരു വിഷ്ണു ക്ഷേത്രമാണ്. ഇവിടുത്തെ മുഖ്യ ഉത്സവങ്ങൾ വൈകുണ്ഠ ഏകാദശി, കൃഷ്ണ ജന്മാഷ്ടമി, രാമനവമി, ആദിപൂരം എന്നിവയാണ്. ശ്രീ മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്സവങ്ങളും നടത്തിവരുന്നു. പ്രധാന ക്ഷേത്രോത്സവം ചൈത്രമാസത്തിൽ 10 ദിവസം രാമനവമിയോടനുബന്ധിച്ച് നടത്തി വരികയാണ്. എന്തുകൊണ്ടും കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. അതിപുരാതനമായ ഈ ക്ഷേത്രം കണ്ടിട്ടില്ല എങ്കിൽ ഒരിക്കലെങ്കിലും പോയി കാണാനായി ശ്രമിക്കുക. അത്രയ്ക്കും അതിമനോഹരമാണ് ഈ ക്ഷേത്രം. ബാക്കി നേർക്കാഴ്ചയായി നമുക്ക് കാണാം.